ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് ഞങ്ങളൊരു ഫുഡ് വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു സെൽഫ് കുക്ക് വ്ളോഗ്. ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ബീട്രൂട്ട് നന്നായിട്ട് കുനുകുനാ അരിഞ്ഞിട്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ബീട്രൂട്ട് ഉപ്പേരി അറിയാലോ, നല്ല ഗുണമുള്ളതാണ്, പിന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിക്കുന്നു. ഇന്ന് അത്യാവശ്യം കുറേ സൈഡ് ഡിഷൊക്കെ ഉള്ള ഒരു ഫുഡ് ഉണ്ടാക്കാനാണ് പ്ലാൻ. കുറേ കാലമായി അങ്ങനെ വിഭവസമ്പന്നമായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ചട്ടിയിലാക്കി അത്യാവശ്യം സ്പൈസിയിലാണ് ഞങ്ങൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്, കാരണം രാത്രിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് മാറി പുറത്ത് എവിടെയെങ്കിലും പോയി പഠിക്കുമ്പോൾ അത്യാവശ്യം എല്ലാ കുക്കിംഗ് സ്കില്ലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളും അത്യാവശ്യം എല്ലാതും പഠിച്ചിട്ടുണ്ട്. ചോറ് വയ്ക്കാനും കറി വയ്ക്കാനും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകദേശം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എഗ് റോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത മെയിൻ പരിപാടി ചോറ് വെക്കലാണ്. ഇവിടെ ഒരു പാകിസ്ഥാൻ്റെ അരി കിട്ടും, അതാണ് ഞങ്ങൾ മേടിക്കൽ. അങ്ങനെ ചോറ് വെച്ച് ഊറ്റി പിന്നെ ഞങ്ങൾ പപ്പടം കാച്ചി. ഇവിടെ പപ്പടമൊന്നും കിട്ടില്ല, അത് നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് വന്നപ്പോൾ കൊണ്ടിരിപ്പിച്ചതാണ്. പിന്നെ പപ്പടം കുറച്ച് തണുത്ത് പോയതുകൊണ്ട് നാട്ടിലത്തെ പോലെ നല്ല വീർത്ത പപ്പടമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരിയും എഗ് റോസ്റ്റും എല്ലാം ഞങ്ങൾ ടേബിളിൽ എടുത്ത് വെച്ച് ചോറ് വിളമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു ചേഞ്ച്. അത് വേറൊന്നുമല്ല, ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. ഇവിടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കിച്ചണിലാണ് ഞങ്ങൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പാർട്ട്മെൻറ്റ് ടൂർ വൈകാതെ വരുന്നതായിരിക്കും പുതിയ വീഡിയോയിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.